നമുക്ക് എന്ത് പ്രയാസങ്ങളാകട്ടെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് സന്തോഷമുണ്ടോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലയോ, സാരമില്ല. യഹോവയോട് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആമോസ് 7-ാം അധ്യായത്തിൽ നിന്ന് 2 ചിന്തകൾ പറയുവാനാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, യഹോവയോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ. നമുക്കൊരു പ്രയാസങ്ങൾ, നമുക്കൊരു സന്തോഷം എന്തുമാകട്ടെ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വചനത്തിൽ കൂടെ ആഗമനം കാണാൻ കഴിയും. ദാവീദ് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, യഹോവയോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ ഉത്തരമരുളി, അവൻ എന്നെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ആമോസ് പ്രവാചകന് ഇസ്രായേലിൻ്റെ നാശത്തിനെ പറ്റി 3 രീതിയിലുള്ള വിഷൻസ് യഹോവ നൽകുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 വിഷൻസ് നൽകുമ്പോഴും ആമോസ് ദൈവത്തോട് പറയുന്നുണ്ട്, യഹോവ അവർക്കത് കഴിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ യഹോവ അനുദപിച്ചത് സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്ത് പ്രയാസങ്ങളാകട്ടെ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് സന്തോഷമുണ്ടോ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലയോ, സാരമില്ല. യഹോവയോട് സംസാരിക്കുക. യഹോവയോട് പ്രാർത്ഥനയിൽ അത് നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഹൃദയത്തെ യഹോവയുടെ സന്നിധിയിൽ പകരുക. ചിലപ്പോൾ അതൊരു യെസ് ആകാം, ഒരു നോ ആകാം, ചിലപ്പം ഒന്നും ഒരു ഉത്തരം നമ്മൾ കേട്ടൊന്നും വരില്ല. പക്ഷെ അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ നമ്മളെ നടത്തും. എത്ര പ്രയാസങ്ങളാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, സന്തോഷമാകട്ടെ, എല്ലാത്തിലൂടെയും ദൈവം കൃപ തരാൻ ശക്തനാണ്. എന്നാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ യഹോവയോട് സംസാരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ സമയങ്ങളെ മാറ്റിവെക്കണം എന്നുള്ളൊരു കാര്യം ആദ്യത്തെ ഒരു പാർട്ടിൽ നമുക്ക് മനസ്സിലാവും. 3-ാമത്തെ വിഷൻ യഹോവ ആമോസിന് നൽകുമ്പോൾ ഒരു തൂക്കുകട്ടയെ പറ്റി പറയുകയാണ്. തൂക്കുകട്ട ഒരു മതിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, അത് വെർട്ടിക്കലി അലൈൻ ചെയ്താണോ നിൽക്കുന്നതെന്ന് മെഷർ ചെയ്യുന്ന, അളക്കുന്ന ഒരു സാധനമാണ് തൂക്കുകട്ട. ഇത് ദൈവം ഇസ്രായേലിൻ്റെ മധ്യേ തൂക്കുകട്ട ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. തൂക്കുകട്ട ഇങ്ങനെ മധ്യേ വെക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും, യഹോവ ഇസ്രായേൽ മക്കൾ യഹോവയുടെ വഴികൾക്കനുസരിച്ചാണോ നടക്കുന്നതെന്ന് തൂക്കി നോക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന് അത് മനസ്സിലായി, അല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവിടെ പറയുന്നത്, ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അത് കഴിഞ്ഞ് ബഥേൽ, അപ്പോൾ പിന്നീട് യൊരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്ത് നിൽക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ബഥേലിൽ നിന്നൊരു പുരോഹിതൻ വരികയാണ്. ബഥേൽ എന്ന് പറയുന്നത് വിഗ്രഹാരാധനകൾ, യഹോവയ്ക്കെതിരെയുള്ള വിഗ്രഹാരാധനകളുള്ള ഒരു സ്ഥലമാണ് ബഥേൽ. അപ്പോൾ ആ പുരോഹിതനായ അമസ്യാവ് ആമോസിനെതിരെ സംസാരിക്കുകയാണ്. തിരിച്ച് നീ യൊരോബെയാമിനെ പറ്റി ഒന്നും പ്രവചിക്കണ്ട, നീ തിരിച്ച് യഹൂദയിലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞ് അവനോട് എതിർത്ത് പറയുമ്പോൾ ആമോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു, പ്രവചിക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്തു. ഹല്ലേലൂയ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആമോസിന് വലിയ ഒരാളൊന്നുമല്ല, വലിയ ക്വാളിറ്റീസ് ഒന്നുമല്ല. കാട്ടത്തിപ്പഴം പെറുക്കുന്നവനായിരുന്നു, ഇടയനായിരുന്നു. യഹോവ കൽപ്പിച്ചപ്പോൾ അവനത് അനുസരിച്ചു, അവനതിനെ സമർപ്പിച്ചു കൊടുത്തു. യഹോവ അവനെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യഹോവയ്ക്ക് ഉപയോഗിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക, നമ്മൾ കർത്താവിനെ അനുസരിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. നമുക്ക് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 4-ാം അധ്യായത്തിലൊക്കെ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അതിൽ പറയുന്നത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. ന്യായപ്രമാണം മോശ യഹോവയിൽ നിന്ന് അത് ലഭിക്കുമ്പോൾ തൻ്റെ മുഖത്തുള്ള തേജസ് ബാക്കി ആർക്കും കാണാൻ കഴിയാത്തവണ്ണം അധികമായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്ര അധികമായിരിക്കും. നിലനിൽക്കുന്ന ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ, ഇത് കരുണയാൽ നമുക്ക് ലഭിച്ചു. ആമേൻ. ഇത് നമ്മളെ എങ്ങനെ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് പ്രകാശം മറ്റുള്ളവർക്ക് പകരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് അത്യന്ത ശക്തി വേണം. ഹല്ലേലൂയ. ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ, ആത്മാവിൽ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ
അതിനെ നമ്മളെ തന്നെ എപ്പോഴും ജ്വലിപ്പിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ദൈവരാജ്യത്തിലേക്ക് ചേർക്കേണ്ടതിനു വേണ്ടി യഹോവയുടെ ശബ്ദം കേൾക്കുവാനും തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും വലിയ ക്വാളിറ്റീസ് ഒന്നുമല്ല, പകരം അത്യന്ത ശക്തി എന്ന ദൈവത്തിൻ്റെ ദാനം നമ്മുടെ നിക്ഷേപങ്ങളിലുണ്ട്. അതിനെ ഓരോ ദിവസവും നമ്മൾ ജ്വലിപ്പിച്ച് യഹോവയിൽ നിന്ന് ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നിങ്ങളെയും അടിയനെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ